ക്രിസ്മസിൻ്റെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഉറക്കക്ഷീണം കാണാൻ ഒരു രക്ഷയില്ല. ഉറങ്ങി തൂങ്ങി പാലക്കാട് ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് കേട്ടോ. പിള്ളേരെയും കൊണ്ടൊരു രക്ഷയില്ല, ഒരേ കച്ചറയാണ്. ഞങ്ങൾക്ക് വെക്കേഷനിൽ ഞങ്ങൾ എവിടെയെങ്കിലും പാർക്കിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നേരെ പാലക്കാടേക്ക് അങ്ങ് പോയേക്കാമെന്ന് വിചാരിച്ചു. എന്തൊരു തിരക്കായിരുന്നെന്നറിയാം. ഞങ്ങളൊരു വൈകുന്നേരം ആയപ്പോഴാണ് വന്നേ. സൂചി കുത്താൻ സ്ഥലമില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടിയൊക്കെ കുറേ ദൂരെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നമ്മൾ കുറേ നടന്നാണ് കേട്ടോ വന്നത്. അപ്പം ആദ്യം തന്നെ പോയി നോക്കിയപ്പോൾ ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ പിള്ളേരെ എന്നാൽ പാർക്കിൽ കയറ്റി കളിപ്പിക്കാം എന്ന് വിചാരിച്ച് ഞങ്ങളിത് അവിടെ ആദ്യമേ കയറി. എന്നിട്ട് ഞാനും അപ്പൂട്ടനെയും കൊണ്ട് ഒരു ചെറിയ ഇതിലൊക്കെ കയറി കേട്ടോ. അപ്പോൾ പിള്ളേരെ ഇതാ ഓരോ സാധനത്തിലൊക്കെ വറക്കി തിരിച്ചു. ആദ്യം ഞങ്ങൾ ഇവിടെയാണ് പോയത്. അവിടെ പിന്നെ ഫ്ലവർ ഷോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ 150 രൂപയായിരുന്നു ഒരാൾക്ക്. അപ്പോൾ ഞങ്ങൾ കയറിയവരോട് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അവർ പറഞ്ഞു അയ്യോ കയറരുതേ, വെറുതെ പൈസ പോവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചോദിച്ചിട്ട് വേണം അവിടെ ഇവിടെയൊക്കെ കയറാൻ വേണ്ടിയിട്ട്. ചുമ്മാ വലിഞ്ഞു പോയി കയറേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ അവിടെ നിന്നൊക്കെ നമ്മൾ വേഗം ഇറങ്ങിപ്പോന്നു. പിന്നെ ഇതാ ഇവിടെ കുറച്ച് തിരക്ക് കുറഞ്ഞപ്പോഴത്തേക്കും ഇവിടെ കയറിയിട്ട്, ഇവിടെ കയറാനാണ് മെയിനായിട്ട് അവർ വന്നത്. ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് നേരത്തെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളത്തിലേക്കാണല്ലോ പോകുന്നത്. പിന്നെ ഇവിടെ നല്ല രസമായിരുന്നു കേട്ടോ. ഡോഗ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. പട്ടി നിന്ന് കൈ തരുന്നു, ഷെയ്ക്കാൻ്റെ ആയിരുന്നു. അയ്യോ നല്ല രസമുണ്ടായിരുന്നു ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ടൈറ്റാനിക്കിൻ്റെ ഒരു കപ്പലൊക്കെ ഉണ്ടായിരുന്നു ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ വെള്ളച്ചാട്ടം അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ നിൽക്കുമ്പോഴത്തേക്കും നല്ല തണുപ്പും വെള്ളമൊക്കെ മേത്തേക്ക് വരികയായിരുന്നു കേട്ടോ. പിള്ളേർക്ക് ഇത് ഈ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് അവർ മെയിനായിട്ട് വന്നത്. അപ്പൂട്ടൻ ഇതെല്ലാം കണ്ടിട്ട് അയ്യോ ലൈറ്റും പാട്ടും എല്ലാം കൂടെ കേട്ടിട്ട് അന്തം വിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇവിടെ. പിന്നെ ഞാനും കൊച്ചിനെ കൊടുത്തിട്ട് ഞാനും പിള്ളേരുടെ കൂടെ പോയി. വന്ന സ്ഥിതിക്ക് ഒരു കാല് നനയ്ക്കാതെ തിരിച്ച് വരുന്ന സുഖമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എന്തുമാത്രം തിരക്കാണെന്നറിയാമോ. അത്ര അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിത് അവിടെ പോയി കുറേ നേരം പിള്ളേർ ഇരുന്ന് കളിച്ചു കേട്ടോ. പിന്നെ അതാ ഇതുപോലെ ബട്ടർഫ്ലൈകൾ, വണ്ടുകൾ, ഞണ്ട്, അങ്ങനെ കുറേ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. ഇതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പാർക്കിലൊക്കെ കൊണ്ടുവന്നു ഇതൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഓരോ ചായയും കുടിച്ചിട്ട് നമ്മൾ വേഗം വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ കാണാത്തവരൊക്കെ വേഗം പോയി കണ്ടോയേ.